ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ടാൽ അന്തം വിട്ടു പോകാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന വലിയ നാടകങ്ങളാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദിവസേന നടക്കുന്നത്. ലോകം വലിയ യുദ്ധങ്ങളുടെ അങ്കലാപ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ മഴ പെയ്തതോടെ പനിയുടെ ഒരു വലിയ നിര തന്നെ നാട് ചുറ്റാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വരെ മൂർഖൻ പാമ്പ് കയറി വിരട്ടിയത്. അപ്പുറത്ത് രമേശ് ചെന്നിത്തല പോലീസിനെയും കൂട്ടി തൂഫാൻ വേട്ടയ്ക്ക് ഇറങ്ങിയതോടെ കാര്യങ്ങൾ പെരുമ്പാവൂരിലെ ചെകുത്താൻ കോട്ടകൾ വരെ തുളച്ചു കയറിയിരിക്കുന്ന അവസ്ഥയിലായി. ഇതിനൊക്കെ പുറമെയാണ് ഇഡിയുടെ പടപ്പുറപ്പാടും കാർ തല്ലിപ്പൊളിക്കലും ഒക്കെയായിട്ട് വല്ലാത്തൊരു പുകിൽ നാട്ടിൽ നടക്കുന്നത്. ഇനി അടുത്തത് സോഷ്യൽ മീഡിയയിൽ കുട്ടികളെ പോലും സ്വാധീനിച്ച തൊപ്പി എന്ന നിഹാദിന്റെ വിചിത്രമായ വീഡിയോകളും അതിനെതിരെ ചെന്നിത്തല DGP ഇറക്കി കാര്യങ്ങൾ തൂഫാനാക്കി മാറ്റിയതുമെല്ലാം ഇവിടുത്തെ നിത്യ കാഴ്ചകളായിട്ട് മാറി. ഈ ബഹളങ്ങൾക്കിടയിലാണ് കോഴിക്കോട് നിപ്പ ഭീതി പടരുന്നത്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പാളിച്ചകളുണ്ടെന്നും ആരോഗ്യവകുപ്പിന് കൃത്യമായ ഏകോപനമില്ല എന്ന് ആരോപിച്ച മുൻ മന്ത്രിയായ മുഹമ്മദ് റിയാസ് തന്നെയാണ് ഇത്തവണ സമരമുഖത്തെന്നോണം പരക്കം പാച്ചിലുമായിട്ട് രംഗത്തിറങ്ങിയത്. ഭാര്യയ്ക്ക് നേരെയുള്ള ED കേസും അറസ്റ്റ് ഭീഷണിയും ഒക്കെയായിട്ട് എങ്ങും എത്താത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് റിയാസിന്റെ ഈ പെട്ടെന്നുള്ള കോഴിക്കോട്ടേക്കുള്ള ചാട്ടവും പരസ്യ വിമർശനങ്ങളും. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ശബ്ദമുയർത്താൻ കഴിയാത്ത സാഹചര്യം മുതലെടുത്താണ് അമ്മായിയപ്പന്റെ തണലിൽ നിൽക്കുന്ന റിയാസ് തിരുവനന്തപുരത്ത് നിന്ന് ഭരിക്കുന്ന ആരോഗ്യ വകുപ്പിനെതിരെ നേരിട്ട് തിരിഞ്ഞത്. കോഴിക്കോട് നേരിട്ടെത്തി ആരോഗ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരു ജനപ്രതിനിധി മര്യാദ കാണിച്ചുവെങ്കിലും സ്വന്തം സർക്കാരിനെതിരെ തന്നെ വാളെടുക്കുക എന്ന കൃത്യമായ രാഷ്ട്രീയ തന്ത്രമായിരുന്നു റിയാസ് ഇതിലൂടെ പയറ്റിയത്. എന്നാൽ റിയാസിന്റെ ഈ പരസ്യമായ കുതികാൽ വെട്ടിനും വിമർശനങ്ങൾക്കും വാർത്താ സമ്മേളനത്തിൽ കനത്ത തിരിച്ചടിയാണ് ആരോഗ്യമന്ത്രി K മുരളീധരൻ നൽകിയത്. നിപ്പ പരിശോധന ഫലം ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നിട്ടും അത് മന്ത്രിയായ തന്നിൽ നിന്നും മറച്ചുവെച്ച DHSന്റെ തുരപ്പൻ പണി തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ K മുരളീധരൻ തുറന്നു കാണിച്ചത്. സർക്കാരുമായി പൂർണ്ണമായിട്ടും സഹകരിക്കാത്ത അങ്ങനെയൊരു DHSനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും വിവരങ്ങൾ ഒളിച്ചുവെച്ച മനഃപൂർവ്വം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയതെന്നും മന്ത്രി കൃത്യമായിട്ട് വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്തിരുന്ന് എങ്ങനെ കോഴിക്കോട്ടെ കാര്യങ്ങൾ നോക്കുമെന്ന് ചോദിച്ച് തനിക്കെതിരെ വിരൽ ചൂണ്ടിയ റിയാസിന്റെ ചോദ്യങ്ങൾക്കും മന്ത്രി മറുപടി പറയാൻ മറന്നില്ല. മുൻ LDF സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയിൽ ഇരുന്നു കൊണ്ടാണ് ഇവിടുത്തെ ക്യാബിനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതെന്നും അങ്ങനെയെങ്കിൽ താൻ തിരുവനന്തപുരത്ത് ഇരുന്ന് കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും അവലോകനം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നുമാണ് അദ്ദേഹം ചോദിച്ചത്. അനാവശ്യമായ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കളിയിലും പ്രതിപക്ഷത്തെ പാരവെപ്പിലും വീഴില്ല എന്നും ആരോഗ്യവകുപ്പ് പൂർണ്ണ സജ്ജമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം കോഴിക്കോടും തമ്മിലുള്ള ഈ രാഷ്ട്രീയ പോരിൽ മന്ത്രി K മുരളീധരൻ കൃത്യമായ മേൽക്കൈ നേടുന്ന കാഴ്ചയാണ് ഒടുവിൽ കണ്ടത്. 1 മണിക്ക് റിസൾട്ട് വന്നുവെന്നും അത് അന്നത്തെ DHS അറിഞ്ഞിരുന്നുവെന്നും എന്നോടൊപ്പം അന്ന് പങ്കെടുത്ത DHS ഈ വിവരം എന്നെ അറിയിച്ചിട്ടില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അമേരിക്കയിൽ ഇരുന്ന് ഇവിടുത്തെ ക്യാബിനറ്റിൽ അധ്യക്ഷത വഹിച്ചാണ്. അപ്പോൾ പിന്നെ K മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലെ മുഴുവൻ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നൊരു തെറ്റുണ്ടോ? അവരേതായാലും സർക്കാരുമായി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു DHSനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ചില ഗ്യാപ്പ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് ജില്ലാ കളക്ടർ, ഞാൻ 5:30 മണിക്കാണ് 11-ാം തീയതി പത്രസമ്മേളനം നടത്തുന്നത്. 5:30 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ നിപ പോസിറ്റീവായിട്ടുള്ള വിവരം ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ നടത്തിയ എല്ലാ ടെസ്റ്റുകളിലും ഇത് പോസിറ്റീവാണ്. പക്ഷേ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസൾട്ട് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനത്തിൽ പറയുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. ഒരു മന്ത്രി എങ്ങനെ റിസൾട്ട് കിട്ടാതെ പറയാം? പക്ഷേ കോഴിക്കോട്ടെ പത്രക്കാർക്ക് അറിയാം. ഞാൻ പിന്നീടാണ് അറിഞ്ഞത് 1 മണിക്ക് റിസൾട്ട് വന്നുവെന്നും
അത് അന്നത്തെ DHS അറിഞ്ഞിരുന്നുവെന്നും എന്നോടൊപ്പം അന്ന് പങ്കെടുത്ത DHS ഈ വിവരം എന്നെ അറിയിച്ചിട്ടില്ല. ഇപ്പം ചിലർ പറയുന്നുണ്ടല്ലോ ഡയറക്ടർ മാറ്റി ശരിയായില്ല. ഇത് കേട്ടാൽ തോന്നും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് DHSനെ വെച്ചൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടാണ്. അങ്ങനെ കീഴ്വഴക്കമുണ്ടോ കാരണം? അപ്പോൾ അവധി മാത്രമോ, അവധിയുടെ കേസല്ല, അവധി ഞങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല. അതൊരു തെറ്റായിട്ടുള്ള രീതി വന്നപ്പോൾ ഞങ്ങൾ തിരുത്തി. അവധി ആർക്കും അപേക്ഷിക്കാം, അസുഖം വരുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ മറച്ചു വയ്ക്കുക. ഇതേ DHS ആണ് എന്നെ 6 മണിക്ക് വിളിച്ച് പറയുന്നത്, 6:30 മണിക്ക് വിളിച്ച് പറയുന്നത് റിസൾട്ട് വന്ന് പോസിറ്റീവായി. കലക്ടർ എന്ത് വിചാരിച്ചു? ഒഫീഷ്യൽ വിവരം കിട്ടുമ്പോൾ മന്ത്രി അറിയിക്കുന്നല്ലേ കലക്ടർ വിചാരിക്കുക. അല്ലാതെ അവർ മനഃപൂർവ്വം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. പാലക്കാട് ലക്കിടിയിൽ 2 കോളർ റിപ്പോർട്ട് ചെയ്ത വിവരം. ഞാൻ പറഞ്ഞത് ഈ സാധാരണ കോളറ പോസിറ്റീവാണോ എന്നറിയുന്നത് ഹാങ്ങിങ് ഡ്രോപ്പ് വഴിയാണ്. അതാണ് പ്രാഥമികമായിട്ട് പരിശോധന. പിന്നെ കൾച്ചർ ചെയ്യണം, നെഗറ്റീവാണ്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നെഗറ്റീവാണ്. ഞാൻ ചോദിക്കുന്നത് നെഗറ്റീവാണെന്ന് പറഞ്ഞ് കൾച്ചർ ചെയ്യണ്ടേ? കൾച്ചർ ചെയ്യാൻ എത്ര സമയം എടുക്കും? 48 hours എടുക്കും കൾച്ചർ ചെയ്ത് വരാൻ. അതേസമയത്ത് ഈ ഹാങ്ങിങ് ഡ്രോപ്പാണ് സാധാരണ കോളറ സ്ഥിരീകരിക്കാറുള്ളത്. അങ്ങനെ സ്ഥിരീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് കൾച്ചർ ചെയ്ത് നെഗറ്റീവാണെന്ന് പറയുമ്പോൾ കൾച്ചർ ചെയ്യേണ്ട 48 മണിക്കൂർ മിനിമം എടുത്തിട്ടില്ല. ഞാൻ ഇന്ന് ആ ഉദ്യോഗസ്ഥനെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ തൽക്കാലം മറ്റു നടപടികളിലേക്ക് പോകുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന് യോഗത്തിൽ വെച്ച് തന്നെ ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 or 2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് മന്ത്രിയും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സുഖത്തിലല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഈ രോഗം പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചില കോലി വയ്ക്കുന്നവരെ നടപടിയെടുക്കും. പിന്നെ ഇവിടെ തന്നെ ഞാൻ ക്യാമ്പ് ചെയ്യാനായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞതിലാണ് എനിക്ക് അത്ഭുതം. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അമേരിക്കയിൽ ഇരുന്ന് ഇവിടുത്തെ ക്യാബിനറ്റിൽ അധ്യക്ഷത വഹിച്ചാണ്. അപ്പോൾ പിന്നെ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലെ മുഴുവൻ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നൊരു തെറ്റുണ്ടോ? ഞാൻ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല, ഉദ്യോഗസ്ഥന്മാരൊക്കെ രാഷ്ട്രീയം പറഞ്ഞ് ശരിയല്ല. ഏതായാലും 8% ഭയപ്പെടാനൊന്നുമില്ല. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വകുപ്പിലെ എല്ലാവരെ കുറിച്ചും ഡോക്ടർമാർ മുതൽ ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ളവർ ആത്മാർത്ഥമായി സർക്കാരിനോട് സഹകരിക്കുന്നുണ്ട്. അവരോടൊക്കെ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് സ്നേഹവും ബഹുമാനവും കടപ്പാടും. ഇത്രയുള്ളൂ. ഞാൻ പറയാം, അതും കാരണം തന്നെ. പിന്നെ DHSനെ മാറ്റണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റും മന്ത്രിയാണ്. അതതിൻ്റെ റൊട്ടീൻ അനുസരിച്ച് നടക്കും. ഇനി എങ്ങനെ? പക്ഷെ ഇന്നാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഏത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അവരേതായാലും സർക്കാരുമായി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു DHSനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, ഇപ്പോൾ ചാർജ് എടുത്ത DHS 4 മാസം ഇവർക്ക് മുമ്പ് DHSന്റെ ചാർജ് വെച്ചാൽ അന്ന് ആരായിരുന്നു മന്ത്രി? ഞാനാണോ? അവരെ മാറ്റി പുതിയ DHSനെ വെച്ച് അന്നത്തെ സർക്കാരിൻ്റെ അധികാരം. അതേ അധികാരം വെച്ചിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ DHSനെയും മാറ്റിയത്. അതിനെക്കുറിച്ച് ചർച്ചയില്ല. പരാതിയുള്ളവർക്ക് കോടതിയിൽ പോവാം. അങ്ങനെ ഒരു ഏകോപനം ചിലർ മറ്റ്
തരപ്പം പണി കാണിച്ചു, അവരെ പിടിക്കുകയും ചെയ്യും. അത് അതിൻ്റെ ഭാഗമാണ് DHSനെ മാറ്റിയത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച വേണ്ട. യെസ്, അപ്പോൾ ഇത്ര തന്നെയുള്ളൂ, ഇനി കൂടുതലൊന്നുമില്ല. എങ്ങനെ ഏതിൻ്റെ അതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നത് 15 ദിവസത്തെ പറഞ്ഞു. അത് ഇതുമായിട്ട് ബന്ധമില്ല. കാരണം അത് ലീവ് എടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തള്ളിക്കളയാം. അതിൻ്റെ പേരിൽ നടപടി എടുക്കില്ല. ലീവ് ചോദിച്ചതിൻ്റെ പേരിൽ നടപടിയില്ല. യെസ്, മതി. അത് വേണ്ട, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല.